ഈ സുപ്രീം കോടതിയുടെ എംബ്ലോക്ക് വെച്ച് രസീതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിശ്വാസം തോന്നി. അങ്ങനെ നമ്മളങ്ങ് സഹകരിച്ചു. ഈ പൈസ അടച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളി സർവൈലൻസ് ഓഫാക്കുന്നു. അന്നേരമാണ് എന്നെ റിലീസ് ചെയ്യുന്നത്. പിന്നെ ഫോണിൽ വാട്സപ്പിൽ വിളിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, നാളെ നിങ്ങളുടെ റിലീസ് ഓർഡർ വരികയാണ്, ഞാനാണ് നിങ്ങളെ എത്രയും സഹായിച്ചത്, അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തരില്ലേ എന്ന് വാട്സപ്പിൽ ഒരു ചാറ്റിൽ. അപ്പോഴാണ് എനിക്ക് ജെനുവിനായിട്ടൊരു സംശയം തോന്നിയത്. ഒരിക്കലും ഒരു CBI ഓഫീസർ ഗിഫ്റ്റ് ചോദിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഞാൻ നിങ്ങളുടെ സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു 2 ലക്ഷം രൂപ മതി എന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അബ്സല്യൂട്ട്ലി നോ വേ, ഐ കാൺട്ട് എന്ന് റിപ്ലൈ കൊടുത്തു. ഉടനെ പുള്ളി അത് കട്ട് ചെയ്തിട്ട് ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് സംശയം തോന്നിയത് ഫൗൾ പ്ലേ ആണ് എന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ആദ്യമായിട്ട് ഫോൺ വിളിച്ച് എൻ്റെ ഒരു സുഹൃത്ത് വക്കീലിനെ വിളിച്ചു. അദ്ദേഹം പെട്ടെന്ന് ഇവിടെ എത്തി. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അല്പം കൺഫ്യൂസ്ഡായി. ഡോക്യുമെൻറ്റ്സൊക്കെ കാണുമ്പോൾ വളരെ ഒറിജിനാലിറ്റി തോന്നുകയാണ്. അപ്പം നമ്മളെ ഇത് കള്ളക്കേസിൽ അവിടെ ബോംബെയിൽ ആരോപെടുത്തിയിട്ടുണ്ട്, അതിൽ നിങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാണ് CBI നമ്മളോട് പറയുന്നത്. അങ്ങനെ എനിക്ക് സംശയം തോന്നി, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് സംശയം തോന്നി. ഏതായാലും നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാം, റിലീസ് ഓർഡർ വരുമല്ലോ, ഞാൻ വൈകിട്ട് ഒന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പുള്ളി വൈകിട്ട് സെർച്ച് ചെയ്തപ്പോൾ സിമിലർ ഇൻസിഡൻറ്റ് ബോംബെയിൽ നടന്നിരിക്കും. ഞാൻ ആർക്കോ അത് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞ് ഒരു 37 വയസ്സുകാരി CA കാരുതി ഒരാളിനെ ഇതുപോലെ 37 ലക്ഷം രൂപ സെയിം പ്രോസസ്സിൽ, ഡിറ്റോ സെയിം പ്രോസസ്സിൽ അവരെ തട്ടിപ്പിനിരയാക്കിയത് എനിക്ക് അദ്ദേഹം അയച്ചു തന്നു. ഞാനും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ തട്ടിപ്പിനിരയായി എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നത്. ഉടനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. ഞാനിപ്പോൾ പോയത് അതിൻ്റെ ചില അപ്ഡേറ്റ് കൊടുക്കാനായിട്ടാണ്. പത്രവാർത്ത വന്നതിലൊരു പിശക് വന്നത്, സെറ്റിൽമെൻറ്റിന് അവർ പൈസ ചോദിച്ചു, ഞാൻ കൊടുത്തു എന്നാണ്. അങ്ങനെ അവർ ചോദിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. എൻ്റെ അക്കൗണ്ടെല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ, കോടതി വിധിയെല്ലാം ഫേക്കായിരുന്നു എന്ന് നമുക്കിപ്പോഴാണ് അറിയുന്നത്. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്കുണ്ടായിരുന്ന 3 അക്കൗണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. ആ 3-ൽ കൂടെ ഉണ്ടായിരുന്ന 13 ലക്ഷം രൂപ ഞാൻ അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 170 ഞാൻ വിഡ്രോ ചെയ്തു എന്നുള്ള ഒരു അലിഗേഷൻ വന്നത് ശരിയല്ലെങ്കിൽ പോലും അവരങ്ങനെ അത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഇന്ന് മേടിച്ചത് അയച്ചു കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടൊരു സെറ്റിൽമെൻറ്റ് ഇതിനകത്ത് നടന്നിട്ടില്ല. അവർ എനിക്ക് സംശയം തോന്നിയപ്പോൾ അവർക്ക് പിന്നെ എന്നെ ബന്ധപ്പെട്ടിട്ടുമില്ല. അവരും കട്ട് ചെയ്ത് മാറി. ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാവരെയും ചാനലിൽ കൂടെ കാണിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ഞാൻ പരാതി കൊടുത്തത് എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല എന്ന് കാണിക്കാനാണ്. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാണക്കേടോ ഒക്കെ പ്രതീക്ഷിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്, മാനഹാനിയൊക്കെ ഭയന്നിട്ട്. പക്ഷേ എന്നെ പോലുള്ള ഒരാൾക്ക്, ഇത്രയും ഒക്കെ വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള ഒരാൾക്ക് പോലും ഇതുപോലൊരു വലിയ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത് മറ്റുള്ളവരറിയട്ടെ. ഞാൻ തന്നെ എത്രമാത്രം ഇല്ലിറ്ററേറ്റാണ് ഈ വിഷയത്തിൽ ഞാൻ പഠിച്ചു. ഇപ്പോൾ ഈ ഡിജിറ്റൽ കസ്റ്റഡി എന്ന് പറയുന്നത് ഇല്ലീഗലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത്രയൊരു സാമാന്യവരും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ആ പോയിന്റിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അതുപോലെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ഞാൻ പറഞ്ഞത്, ഈ ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയാകുന്നവർ പലപ്പോഴും അജ്ഞത കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ, ഞാൻ ഉൾപ്പെടെ അതാ സംഭവിച്ചത്. അതുകൊണ്ടൊരു ഇപ്പോൾ ഈ പോലീസും ഒക്കെ സൈബർ ഫോഴ്സും ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പലതുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അത് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവരോടുള്ള എനിക്ക് അഭ്യർത്ഥന, നമ്മുടെ എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇത് കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് എത്രയോ പേര് അവർക്ക് പറ്റിയ അബദ്ധങ്ങളും തട്ടിപ്പുകളും ചെറുതും വലുതുമായത് എന്നോട് പറയുകയായിരുന്നു. അപ്പോൾ ഇത് ഓരോ നിമിഷവും തട്ടിപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രണ്ടാമത്
ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാവണം. രണ്ടാമത് എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല. എനിക്ക് തട്ടിപ്പ് ഞാൻ ഇരയാണ്. അതുകൊണ്ട് അന്വേഷണം നടന്ന് പൈസ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അധ്വാനിച്ച പൈസ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കൊന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ട് അന്വേഷണത്തിന് വിടുകയാണ്. അന്വേഷണത്തിൽ കൂടി സത്യം ബോധ്യപ്പെടണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെയായിരുന്നു ഈ മൊത്തം പ്രോസസ്സ് നടന്ന പ്രൊസീജിയർ. എന്നാൽ അതിനുശേഷമാണ് അവസാനിക്കുന്നത്. അതെ, ഒരു 2.5 ദിവസത്തോളം എന്നെ ഒരു ഡിജിറ്റൽ ഡിറ്റൻഷനിലാണ്, വിത്ത് മിനിമം ഫ്രീഡം ടു മൂവ്. ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള അടുത്ത മുറിയിലേക്ക് ഒന്ന് ഇറങ്ങാം. അന്നേരവും ക്യാമറ തിരിച്ച് കാണിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശത്തിലായിരുന്നു.